Voice of Marketing, in touch with positive people. Dear my channel viewers, welcome to the Voice of Marketing. Wish you all the best and the success in your life. I have immense pleasure to invite all of you a new episode to face your challenge. ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഒരു ഹോൾസെയിലർ അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ എല്ലാവരും സെല്ലറാണ് അല്ലേ? അവർ എൻ കൺസ്യൂമറിന് കൊടുക്കുന്നയാളാണ് ഒരു ഡീലർ. ഡിസ്ട്രിബ്യൂട്ടർ ഹോൾസെയിലർക്ക് കൊടുക്കുന്ന ആളായിരിക്കും, ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന ആളായിരിക്കും. ഇവരെല്ലാവരും ഒരു സെല്ലറാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇവരെല്ലാവരും ഒരു ബയറായിരുന്നു. വാങ്ങിച്ച ശേഷമാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഒരു ഹോൾസെയിലറും ഒരു റീറ്റെയിലറും വാങ്ങിക്കുമ്പോൾ അവർ നോക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് ഒന്ന് പോയാലോ? റീസെയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് വാങ്ങിക്കുന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കി വെക്കേണ്ടത്? നോർമലി അത് നല്ലൊരു ഡിസ്കൗണ്ട് സ്ട്രക്ചറിൽ, നല്ലൊരു ഡിസ്കൗണ്ടിൽ അത് പർച്ചേസ് ചെയ്യാൻ, കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റണം. നല്ല സ്കീം അതിന് ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ ഓഫറുകളോ സ്കീമുകളോ കോംബോ ഓഫറുകൾ അതിന് കിട്ടിയിരിക്കണം. ആ രീതിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം ഓഫറുകളിൽ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നല്ല ഒരു റൈറ്റിൽ നല്ലൊരു മാർജിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്കത് വിൽക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പർച്ചേസർ ചിന്തിക്കേണ്ടത് മാക്സിമം ഡിസ്കൗണ്ട് എത്രമാത്രം വാങ്ങിച്ചെടുക്കാൻ പറ്റും, സ്കീമുകളിൽ എന്തുമാത്രം വാങ്ങിച്ചെടുക്കാൻ പറ്റും, സ്പെഷ്യൽ ഓഫറുകളിൽ എന്തുമാത്രം വാങ്ങിച്ചെടുക്കാൻ പറ്റും. ക്രെഡിറ്റ് പീരീഡിൽ അയാൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. ക്രെഡിറ്റ് പീരീഡ് ഒരു 30 ദിവസത്തേക്ക് കിട്ടുമോ അല്ലെങ്കിൽ 45 ദിവസം കിട്ടുമോ? ഏതാണോ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഐറ്റം അതിന് കൂടുതൽ ഓർഡർ കൊടുക്കുക. ഒരു മാസം വരുന്ന ആവറേജ് അവർക്ക് വരുന്ന ആവറേജ് സെയിൽസ് എത്രയാണ്, ആ സെയിൽസിൽ നോക്കിയ ശേഷം അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കി ആവശ്യമുള്ള വിറ്റ് പോകുന്ന ഐറ്റത്തിന് ഓർഡർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഫണ്ട് മാനേജ് ചെയ്യാൻ വളരെ നന്നായിരിക്കും. കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണ്, എന്തുമാത്രം പ്രോഡക്റ്റ് വിറ്റഴിക്കപ്പെടുന്നുണ്ട്, എന്തുമാത്രം പെട്ടെന്ന് സെയിലാകുന്നുണ്ട്, അതിനെ ഫോക്കസ് ചെയ്തുള്ള ഒരു ഓർഡറാണ് ഒരു പർച്ചേസിന് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കണ്ടമാനം കമ്പനി പറയുന്ന അത്രയും സാധനങ്ങൾ അവർ പറയുന്നൊക്കെ യെസ് മൂളിയിട്ട് സാധനം കയറ്റി വിടുകയാണെങ്കിൽ അതൊരു ഡെഡ് സ്റ്റോക്കായിട്ട് മാറും. എന്താണ് ഫാസ്റ്റ് മൂവ്മെൻ്റ് ഐറ്റം കൂടുതലായിട്ട് പോകുന്നത്? അതിനു വേണ്ടിയുള്ള എൻ കൺസ്യൂമർ കൂടുതലാണ്, വളരെ ഡിമാൻഡായ പ്രോഡക്റ്റാണ്. അപ്പോൾ ഒരു ഗുണം അവിടെ കിട്ടുന്നുണ്ട്. ഒരു ഡീലർ അല്ലെങ്കിൽ ഹോൾസെയിലർ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് തരും. പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ഏറ്റവും വലിയ കാര്യം. ശരിയല്ലേ? ഇപ്പോൾ ഈ ബ്ലാക്ക് പെന്ന്, ഈ പെന്ന് വൈറ്റ് പെന്നിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇതാണ് വിറ്റ് പോകുന്നത്. ഇതൊരു 50,000 ക്വാണ്ടിറ്റി ഒരു മാസം വിറ്റ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. വൈറ്റ് പെന്നിന് പോകുന്നത് 10,000 പീസാണ്. ഇത് 50,000 വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ കമ്പനി പറയും വൈറ്റ് പെൻ എടുക്കൂ എന്ന് പറയും, ഓഫർ കൊടുക്കും. പക്ഷെ ഡിമാൻഡായി നിൽക്കുന്നത് ബ്ലാക്ക് പെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്, നമുക്ക് ഡിമാൻഡായി നിൽക്കുന്നത് ഈ ബ്ലാക്ക് പെന്നാണ്. അപ്പോൾ ബ്ലാക്ക് പെന്നിന് തന്നെയാണ് ഓർഡർ മാക്സിമം കൊടുക്കാവുള്ളൂ. കാരണം നമുക്ക് പേയ്മെൻറ്റ് മേടിക്കുക, ഡെഡ് സ്റ്റോക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റം നമുക്കൊരു ഡെഡ് സ്റ്റോക്ക് വരാതെ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ഏത് സമയത്ത് എപ്പോഴായാലും ഒരു പർച്ചേസർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കണം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. കാരണം ക്വാളിറ്റി ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം. അതുപോലെ ആഫ്റ്റർ സർവീസും ബെസ്റ്റ് ആയിരിക്കണം. അത് ബെസ്റ്റ് ആവാതെ പ്രൈസിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് ചിലപ്പോൾ അത് പ്രോബ്ലത്തിലേക്ക് വരും. ഏത് ഐറ്റം ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ഒരു ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഒരു സിസ്റ്റം തന്നെയായിരിക്കും. കാരണം അവർക്കിത് മാറ്റി പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഒരു കസ്റ്റമറുടെ
പേയ്മെൻറ്റിന് വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഹോൾസെയിലറും ഒരു ഡീലറും എൻഡ് കൺസ്യൂമറിന് കൊടുക്കാൻ ശ്രമിക്കണം. പർച്ചേസ് നടത്തുമ്പോഴുള്ള മറ്റൊരു വലിയ കാര്യം, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ ഐറ്റവും കയറ്റി നിങ്ങളുടെ അടുത്തേക്ക് വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ് സെയിൽസ്? ഈ പ്രോഡക്റ്റ് കൺവേർട്ട് ചെയ്ത് ക്യാഷാക്കി മാറ്റുന്നതാണ്. ഇപ്പം നിങ്ങളാണ് റൂട്ടിൽ പോകുന്നത്, കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അവർ വിടുന്ന എല്ലാ ഐറ്റവും സ്വീകരിക്കാനുള്ള ഒരു മനസാന്നിധ്യത്തോടെ നിങ്ങൾ ഇരുന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫണ്ട് ബ്ലോക്ക് ആവും. എന്താണ് മാർക്കറ്റിൽ ആവശ്യം, എന്താണ് ഡീലർക്ക് ആവശ്യം, എന്താണ് എൻഡ് കൺസ്യൂമറിന് ആവശ്യം, അവരുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, അത് ആ ഡീലറെ വിസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾസെയിലറെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഡേറ്റ തയ്യാറാക്കി അത്രയും മാത്രമാണ് ഓർഡർ കൊടുക്കാവുള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആയാലും ഹോൾസെയിൽ ബിസിനസ് ആയാലും ഡീലർ ബിസിനസ് ആയാലും വളരെ സ്പീഡിൻ്റെ ലോകമാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് കൺവേർട്ട് ചെയ്ത് ക്യാഷാക്കി മാറ്റുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ദൗത്യത്തിലേക്ക് കയറണമെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് മോശമായി പറഞ്ഞ പ്രോഡക്റ്റ് അത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവരുത്. ഒരു പർച്ചേസർ എന്ന നിലയ്ക്ക് എന്താണ് കസ്റ്റമർക്ക് ആവശ്യം അത് കൊടുക്കാൻ തയ്യാറാവണം. ഫീഡ്ബാക്ക് മോശമായ പ്രോഡക്റ്റിന് കൂടുതൽ ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവരുത്. കമ്പനിക്ക് എത്രമാത്രം നമ്മൾ കൊടുക്കാനുണ്ട്, എത്ര പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, എത്ര കളക്ട് ചെയ്യാൻ പറ്റും, ഒരു വീക്ക്ലി നമ്മൾ എത്ര പേയ്മെൻറ്റ് കമ്പനിക്ക് കൊടുക്കാൻ കമ്മിറ്റഡ് ആണ്, ആ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ? ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഏത് കമ്പനി സപ്ലൈ ചെയ്യും? ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു പേയ്മെൻറ്റ് ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ മോശക്കാരനായി. നമ്മളൊക്കെ നിൽക്കുന്നത് ഞാൻ കൊടുത്താൽ തിരിച്ചു തരും എന്നുള്ള തിരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തരാതിരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളും നടക്കില്ല. നമ്മൾ ആവശ്യമില്ലാത്ത സ്റ്റോക്ക് വാങ്ങിച്ച് ഗോഡൗണിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് വിൽക്കാൻ നമുക്ക് സാധിക്കണം. വിൽക്കാൻ പറ്റാത്ത സാധനം പർച്ചേസ് ചെയ്യരുത്. സാധാരണ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ഒരു ഹോൾസെയിലർ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ഇനി ഡീലർ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ചിലപ്പോൾ ചില കേസിലൊക്കെ കമ്പനിയിൽ നിന്നും ഡീലർ വലിയ ഒരു മെഗാ ഡീലറൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യും, കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യും. അതുപോലെ ഹോൾസെയിലർ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരായിരിക്കാം ഡിസ്ട്രിബ്യൂട്ടറെ അവോയ്ഡ് ചെയ്തുകൊണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സഡനായിട്ടുള്ള ഓർഡർ ഹോൾസെയിലറുടെ ഭാഗത്തുനിന്ന് വരാം, ഡീലറുടെ ഭാഗത്തുനിന്ന് വരാം. അപ്പോൾ സ്റ്റോക്ക് പൊസിഷൻ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എപ്പോഴും ഫിസിക്കൽ സ്റ്റോക്ക് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. സിസ്റ്റത്തിലുള്ള സ്റ്റോക്ക് എത്രമാത്രം, പക്ഷേ ഫിസിക്കൽ സ്റ്റോക്ക് ചിലപ്പോൾ കുറഞ്ഞിരിക്കും. വേറെ ഏതെങ്കിലും രീതിയിൽ സ്റ്റോക്ക് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ സ്റ്റഡി ചെയ്തിരിക്കണം ഈ ഡിസ്ട്രിബ്യൂട്ടർ. സ്റ്റോക്ക് പൊസിഷൻ നന്നായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ലാത്ത സ്റ്റോക്കുകൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കണം, അതിന് ഓർഡർ കൊടുക്കണം. അത് സ്റ്റോക്ക് പൊസിഷൻ ശരിക്കും നോക്കിയ ശേഷം മാത്രമാണ് ഓർഡർ കൊടുക്കാവുള്ളൂ. ഓർഡർ കൊടുത്ത ഐറ്റം തന്നെ വീണ്ടും വരാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോക്ക് പൊസിഷൻ നോക്കി ആ ഓർഡർ സെഷൻ നിൽക്കുന്ന ആളും പാക്കിംഗ് സെഷൻ നിൽക്കുന്ന ആളുമായിട്ട് ഒരു കോർഡിനേഷൻ ഈ കാര്യത്തിൽ വേണം. അതിനുശേഷം വേണം ഈ ഓർഡർ കമ്പനിയിലേക്ക് പ്ലേസ് ചെയ്യാൻ. പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഉറപ്പായിട്ടും അത് മാർക്കറ്റ് സ്റ്റഡി നടത്തണം. ആദ്യം ആ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണം, അതിൻ്റെ പ്രൈസിങ് പോളിസി എന്താണെന്ന് മനസ്സിലാക്കണം, അതിൻ്റെ ആഫ്റ്റർ സർവീസ് എന്താണ് അവർ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്ത ശേഷം മാത്രമാണ് ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ 2 കൈ നീട്ടി ഇനി പോരട്ടെ ഒരു 1,00,000 പീസ് എന്ന് പറയാവുള്ളൂ. പർച്ചേസൊക്കെ കമ്പനിയിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഈ ഡിസ്ട്രിബ്യൂട്ടറും ഹോൾസെയിലറും ഡീലറും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? പ്രോഡക്റ്റൊക്കെ വന്ന് എടുത്ത് നോക്കിക്കൊള്ളാൻ വരുമ്പോഴേക്കും അവരുടെ ഇൻവോയ്സ്, നമ്മുടെ ഇൻവോയ്സ്, കമ്പനി അടിച്ചു വിട്ടിരിക്കുന്ന പ്രോഡക്റ്റിന് ഇൻവോയ്സ് നോക്കിക്കൊള്ളാം. നമ്മളത്രയും വാചകമൊക്കെ അടിച്ചു. ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ടോ? ഈ ബില്ലിൽ ഇൻവോയ്സിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വാചകം അടിച്ച് ഡിസ്കൗണ്ട് സ്ട്രക്ചറൊക്കെ മേടിച്ചു, ഓഫറുകളൊക്കെ മേടിച്ചു, സ്കീമൊക്കെ മേടിച്ചു, 10% കുറച്ചൊക്കെ മേടിച്ചു. ഇത് കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അവിടെ ഇരിക്കുന്നവർ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ, മിക്കവാറും തന്നെ അറിഞ്ഞെന്ന് ചെയ്യില്ല ആരും. ഒരു ഓഫറും ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യും. ഇനി ചിലവരങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അറിയാതെ അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആർക്കും മിസ്റ്റേക്ക് വരാമല്ലോ.
എല്ലാ ദിവസവും ബില്ലടിക്കുന്ന ആളല്ല അടിക്കുന്നത്, വേറൊരാൾ അടിച്ചു, അതുകൊണ്ട് ഡിസ്കൗണ്ട് അടിച്ചില്ല അല്ലെങ്കിൽ സ്കീം അടിച്ചില്ല. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനും ഒരു ഹോൾസെയിലറും ഒരു ഡീലറും ചെക്ക് ചെയ്തോളണം ഇൻവോയ്സ് കൈ കിട്ടുമ്പോൾ ഡിസ്കൗണ്ട് കൃത്യമാണോ, കഴിഞ്ഞ മാസം അടിച്ച പോലെ തന്നെയാണോ ഈ മാസം അടിച്ചിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ടോ, സ്പെഷ്യൽ സ്കീം അടിച്ചിട്ടുണ്ടോ, കോംബോ ഓഫർ അടിച്ചിട്ടുണ്ടോ, പ്രോഡക്റ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഓഫർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അഡീഷണൽ ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഇൻവോയ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. അത്യാവശ്യ കാര്യമാണത്. ആഫ്റ്റർ സർവീസ് വേണം. പ്രോബ്ലം വന്ന് സൊല്യൂഷൻ കണ്ടെത്തി സഡനായിട്ട് വരണം. സഡനായിട്ട് വന്ന് നമുക്ക് ആ സൊല്യൂഷൻ കണ്ടെത്തി തരുന്ന കമ്പനികളായിട്ട് ഡീൽ ചെയ്യണം. അവിടെയാണ് ഡീലിങ്ങിൻ്റെ വലിയൊരു മഹത്വം ഇരിക്കുന്നത്. അവിടെയാണ് ആഫ്റ്റർ സർവീസിൻ്റെ വലിയൊരു മഹത്വം ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി പോളിസി, പ്രൈസിങ് പോളിസി, ആഫ്റ്റർ സർവീസ്, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ആഫ്റ്റർ സർവീസിന് തന്നെയാണെന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പർച്ചേസൊക്കെ കമ്പനിയിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഈ ഡിസ്ട്രിബ്യൂട്ടറും ഹോൾസെയിലറും ഡീലറും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? പ്രോഡക്റ്റൊക്കെ വന്നു എടുത്തു നോക്കിക്കൊള്ളാൻ വരുമ്പോഴേക്കും അവരുടെ ഇൻവോയ്സ്, നമ്മുടെ ഇൻവോയ്സ്, കമ്പനി അടിച്ചു വിട്ടിരിക്കുന്ന പ്രോഡക്റ്റിന് ഇൻവോയ്സ് നോക്കിക്കൊള്ളണം. വാചകം അടിച്ച് ഡിസ്കൗണ്ട് സ്ട്രക്ചറൊക്കെ മേടിച്ചു, ഓഫറുകളൊക്കെ മേടിച്ചു, സ്കീമൊക്കെ മേടിച്ചു, 10% കുറച്ചൊക്കെ മേടിച്ചു. ഇത് കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അവിടെ ഇരിക്കുന്നവർ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ, മിക്കവാറും തന്നെ അറിഞ്ഞൊന്നും ചെയ്യില്ല ആരും. ഒരു ഓഫറും ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യും. ഇനി ചിലവരങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അറിയാതെ അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആർക്കും മിസ്റ്റേക്ക് വരാമല്ലോ. എല്ലാ ദിവസവും ബില്ലടിക്കുന്ന ആളല്ല അടിക്കുന്നത്, വേറൊരാൾ അടിച്ചു, അതുകൊണ്ട് ഡിസ്കൗണ്ട് അടിച്ചില്ല അല്ലെങ്കിൽ സ്കീം അടിച്ചില്ല. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനും ഒരു ഹോൾസെയിലറും ഒരു ഡീലറും ചെക്ക് ചെയ്തോളണം ഇൻവോയ്സ് കൈ കിട്ടുമ്പോൾ ഡിസ്കൗണ്ട് കൃത്യമാണോ, കഴിഞ്ഞ മാസം അടിച്ച പോലെ തന്നെയാണോ ഈ മാസം അടിച്ചിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ടോ, സ്പെഷ്യൽ സ്കീം അടിച്ചിട്ടുണ്ടോ, കോംബോ ഓഫർ അടിച്ചിട്ടുണ്ടോ, പ്രോഡക്റ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഓഫർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അഡീഷണൽ ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഇൻവോയ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. അത്യാവശ്യ കാര്യമാണത്. അതുപോലെ തന്നെ XY എന്നുള്ളൊരു പ്രോഡക്റ്റ് ഒരു 50 പീസ് നമ്മൾ ഓർഡർ തന്നിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് കറക്റ്റാണോ, അതിൻ്റെ നമ്പേഴ്സ് കറക്റ്റാണോ, എണ്ണി നോക്കണം. ഗോഡൗണിൽ ആളെ വിളിച്ച് നിർത്തിയിട്ട് എണ്ണിക്കണം. 1 2 3 4 5 എന്ന് എണ്ണിക്കണം. ഒരു 5 എണ്ണം കുറഞ്ഞാൽ ആർക്കാ നഷ്ടം പോകുന്നത്? കമ്പനിക്ക് നഷ്ടമില്ല, നിങ്ങളുടെ പോക്കറ്റിലെ പൈസ പോകും. ആ ഒരു ധാരണ, ആ ഒരു മുൻ ധാരണയോടെ എല്ലാ പ്രോഡക്റ്റും കൗണ്ട് ചെയ്തിരിക്കണം. ചില പ്രോഡക്റ്റുകൾ എന്നാലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഉണ്ടാകുമായിരിക്കും. എങ്കിൽ പോലും അത് എടുക്കുന്ന, അവിടെ എടുത്ത് സപ്ലൈക്ക് വേണ്ടി, സെക്കൻഡറി സെയിലിന് വേണ്ടി എടുക്കുന്ന ഒരു സ്റ്റാഫ് ആ ഒരു ബോധത്തോടെ എടുക്കണം. കുറവുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എടുക്കുന്ന ഐറ്റം അത് കൃത്യമായിട്ട് അറിയാനും പറ്റും. ഒരു ബോക്സിൽ നിന്ന് പൊട്ടിക്കുന്ന ഐറ്റം കൃത്യമായിട്ട് അത്രയും നമ്പേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ചാക്കിൽ നിന്ന് എടുക്കുന്ന ഐറ്റം ത്തിൽ കുറവുണ്ടോ എന്നുള്ളത് അത് അറിയാൻ പറ്റും. ഒരു പരിധി വരെ അത് കൗണ്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഏത് കമ്പനി ആയിക്കോട്ടെ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊന്നും അറിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ചെയ്യില്ലെങ്കിലും അറിയാതെ അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് കൗണ്ട് ചെയ്തിരിക്കണം, ആ സ്പോട്ടിൽ കൗണ്ട് ചെയ്തിരിക്കണം. ഐറ്റം വന്നാൽ ഇൻവോയ്സ് എടുത്ത് വെച്ച് ഡിസ്കൗണ്ട് കൃത്യമായിട്ടാണോ അടിച്ചിരിക്കുന്നത്, ഓർഡർ ചെയ്ത ഐറ്റം എല്ലാം വന്നിട്ടുണ്ടോ, ഇനി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ, ഡിസ്കൗണ്ട് കറക്റ്റാണോ, സ്കീം കറക്റ്റാണോ, ഓഫറുകൾ കറക്റ്റാണോ, എല്ലാ ഐറ്റവും ചെക്ക് ചെയ്യണം. എല്ലാ ഐറ്റവും ചെക്ക് ചെയ്ത ശേഷം വേണം അവർ ഫിസിക്കൽ സ്റ്റോക്കിലേക്ക് പിന്നെ അത് ആഡ് ചെയ്യാൻ. ആ രീതിയിലേക്ക് നമ്മൾ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം ഒരു നല്ല പർച്ചേസർക്കാണ് ഒരു നല്ല സെല്ലറാകാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു തിയറി മനസ്സിൽ സൂക്ഷിക്കുക. ഓൾ ദ ബെസ്റ്റ്.